അങ്ങനെ നമ്മളിപ്പോൾ ഗോവ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. TVMലാണ് വന്ന് ഇറങ്ങിയേക്കണം. ഇപ്പോൾ ഇവിടെ ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് എടുക്കാത്തവർക്ക്. അപ്പോൾ 250 ആണ് ഒരാൾക്ക് വന്നത്. ആൻറ്റിജൻ ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളീസാണ് ഇവിടെ നിൽക്കുന്നത്. ടെസ്റ്റ് എടുക്കാൻ നിൽക്കുന്നവരൊക്കെ മലയാളീസാണ്. ഗോവയിൽ വന്നപ്പോൾ കാല് കുത്തിയപ്പോൾ തന്നെ മലയാളീസാണ്. റിസൾട്ട് കിട്ടിയ മക്കളെ നെഗറ്റീവ് കണ്ട, നദീം V നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പോണേന് ഇവിടെ നിന്ന്. നമ്മൾ ഇവിടെ വന്നിട്ട് പ്രീപെയ്ഡ് ടാക്സി എടുക്കുന്നതാണ്. മപ്സ് വരെ പോകാനുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് വേറെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വന്ന് കാലുകുത്തി കഴിഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു മഴ. ആഹാ, നല്ല ഐശ്വര്യമായിട്ടുണ്ട് തുടക്കം. മപ്സ് പോകാൻ വേണ്ടി നമ്മൾ ടാക്സി എടുത്തത് 400 രൂപയാണ് അവർ എഴുതി തന്നേക്കണം. അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചപ്പോഴത്തേക്കും 12 കിലോമീറ്റർ ഉള്ളൂ. ഏറ്റവും ബെറ്റർ നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയ്യണം. അപ്പോൾ നിങ്ങളായിട്ട് വരുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വഴി നേരെ നടന്നാൽ മതി. ഇവിടെ അപ്പുറം ഇപ്പുറം ഒക്കെ ഒരുപാട് ക്യാൻവാസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. നേരെ നടന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ബസ്സുകൾ വരും. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 25 രൂപ ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് സാഹചര്യം ഫാസ്റ്റ് ആക്കണം കുറച്ചും കൂടി, അതുകൊണ്ടാണ്. അപ്പോൾ അതായത് നമ്മുടെ ടാക്സി, നമ്മുടെ പൾബർ സാഹിബ് വണ്ടിയിൽ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് എഴുതി തന്ന പുള്ളി തന്നെയാണ് നമ്മളെ ടാക്സി കൊണ്ടുപോകണത്. കൃഷ്ണൻ ചേട്ടൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകണം കേട്ടോ. നമുക്കിവിടെ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ 2-3 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരാളായിട്ട് വന്നെയാണെങ്കിൽ എല്ലാവർക്കും പ്രിഫർ ചെയ്യണത് ഞാൻ ബൈക്ക് ടാക്സിയാണ്. പിന്നെ ഓട്ടോ ഉണ്ട്, പിന്നെ കാർ ടാക്സി ഉണ്ട്. ബൈക്ക് ടാക്സി എന്ന് പറയുമ്പോൾ ബൈക്കിൽ നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകില്ലേ, ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ പോലെ ലിഫ്റ്റ് അടിച്ച് പോകണ പോലെ തന്നെ അവർ നമ്മൾ ബൈക്കിൽ എവിടെ പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ സ്ഥലം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ചാർജ് പറയും. അപ്പോൾ അവർ നമ്മൾ അവിടെ കൊണ്ടാക്കും. പിന്നെ ഏറ്റവും ട്രാഫിക്കുള്ള ടൈമിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ് കേട്ടോ. ഇതാണ് ബൈക്ക് ടാക്സി. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ വന്നിട്ട് സ്കൂട്ടർ റെൻറ്റിന് എടുക്കാം. അതായത് സ്കൂട്ടർ ഒരു ദിവസത്തേക്കുള്ള റെൻറ്റിനനുസരിച്ച് എടുക്കാം. പിന്നെ കാർ റെൻറ്റിന് എടുക്കാം. ജീപ്പ് മീൻസ് താറ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ റെൻറ്റിന് കിട്ടും. എല്ലാം നമ്മുടെ പ്രൈസിന് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡിപ്പെൻസ് ആയിരിക്കും. ഗോവയിലത്തെ മെയിൻ ഒരു ഫുഡാണ് കേട്ടോ. ഇവിടെ എല്ലാം ബണ്ണ് കൊണ്ടുള്ളതാണ് മെയിൻ ഫുഡ്. അതായത് ഗോവയിലുള്ള എല്ലാവരും കഴിക്കണ മെയിൻ ഒരു ഡിഷാണ് ബണ്ണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ആലു പക്കോട. ഇത് ആലു പക്കോട എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇത് ചാന ബാജി. പിന്നെ ഇത് ബണ്ണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ചാന ബാജി. നമ്മുടെ ഗ്രീൻ പീസ് കറിയും പിന്നെ ബണ്ണും. നൈസാണ്. നമ്മളിവിടെ വരുമ്പോൾ എപ്പോഴും ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്, അവിടുത്തെ ലോക്കൽ ഫുഡ് എന്താണെന്ന് വെച്ചാൽ അത് അന്വേഷിച്ചിട്ട് കഴിക്കണം കേട്ടോ.
ഞാൻ ഇനി 2-3 ഐറ്റംസ് കൂടിയും കാണിച്ചു തരാം ഗോവയിലത്തെ എന്താണെന്നുള്ളത് സ്പെഷ്യൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഫുഡ് ബ്ലോഗാണെന്ന്. ഫുഡല്ല, നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രഡക്ഷൻ തന്നെയാണ് നമ്മൾ ഗോവ എന്താണെന്നുള്ളത്. അതായത് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ഗോവയിൽ വന്നിട്ട് എന്താ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അങ്ങനെ മുക്സ് ചെയ്ത് നമ്മളിപ്പോൾ കല്ലങ്കോട് വന്ന് ടാക്സിയിൽ കല്ലങ്കോട് വന്നപ്പോൾ 400 നമ്മുടെ ഡ്രൈവർ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. പൂളുള്ള റൂം എടുത്തേക്കണം. പൂള് കോമൺ പൂളാണ്, ടെറസിലാണ് വന്നത്. റൂം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ താരിഫ് എന്ന് പറയുന്നത് 1600 ആണ് ഇതിൻ്റെ താരിഫ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC, വൈഫൈ റൂം, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ TV, ഹോട്ട് വാട്ടർ, പിന്നെ ബാത്റൂം കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ബാത്റൂം, ബാത്തൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാൽക്കണിയിലോട്ടുള്ള ഒരു വ്യൂ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി. അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിരുന്ന ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുക, ചെറിയ ബിയറൊക്കെ അടിച്ച് ചില്ലായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പൂള്. ഈ പൂളിലാണ് നമ്മളിപ്പോൾ കുളിക്കാൻ പോണത്. ഈ 1600 താരിഫിലുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് സീസൺ വൈസ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു ഓഫ് സീസണാണ്. അപ്പോൾ ആ ഒരു ടൈമിലുള്ള താരിഫാണ് ആ പറഞ്ഞ 1600. സീസൺ ടൈമിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും, ഡിപ്പെൻസ് ആണത്. ഈ വാട്ടർഫോളിലുള്ളൊരു ഫിൽട്ടർ സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ അതായത് ഈ വെള്ളം എടുത്ത് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്. 5 മിനിറ്റ് ആകുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവും, വീണ്ടും ഫിൽട്ടർ ചെയ്യും. ആറമ്പോൾ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നോർത്തിൽ തന്നെ എൻഡിലോട്ട് വരുന്നതാണ്. അതായത് ഇവിടെ കൂടുതലും കാണുന്നത് ഹിപ്പീസ്, പിന്നെ ആർട്ടിസ്റ്റ്, അതായത് ഒരുപാട് റിച്ച് ആയിട്ടുള്ളവരല്ല, കലാകാരന്മാരെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഫോറിനേഴ്സ് ബീച്ചാണിത്, വൈറ്റ്സിൻ്റെ ബീച്ചാണ്. പക്ഷേ ഇപ്പോൾ കോവിഡിൻ്റെ പാൻഡമിക് ആയതുകൊണ്ട് ഗസ്റ്റുകളൊന്നുമില്ല. പിന്നെ നല്ല മഴയായിരുന്നു, ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഗസ്റ്റ് ഇപ്പോൾ തീരെ കുറവാണ്. പക്ഷേ വൺസ് ടൂറിസം ഇവിടെ പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഇവിടെ അവരുടെ ഈ ഫോറിനേഴ്സിൻ്റെ ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ടാവും, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇവിടെ ഈ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടാവും. പിന്നെ സർഫിങ്, പിന്നെ പാരസെയിലിങ്, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും. അത് ഇവിടുത്തെ
റെസ്ക്യൂ ടീമാണ്. അതായത് ആറമ്പോളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ബീച്ചിൽ കുളിക്കണം, ബാത്ത് ചെയ്യണ ഒരു സ്ഥലമാണ് ഫോറിനേഴ്സൊക്കെ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എത്തണവരാണ് ആ പോകുന്നത്. അപ്പോൾ റെസ്ക്യൂ ടീം പിന്നെ ഇവിടെ ഒരു കൊടി കുത്തി വെച്ചേക്കണുണ്ട്, ഒരു റെഡ് കൊടിയൊക്കെ. അപ്പോൾ ഇതേപോലെ ഓരോ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് അപകടമാണ്, ഇറങ്ങരുതെന്നുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതുവരെ ഡെസ്റ്റിനേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഗോവയാണ്. ഗോവയിൽ തന്നെ കല്ലങ്കോട് എന്ന് പറഞ്ഞ ബീച്ചാണ്. അതായത് നോർത്ത് ഗോവയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്ന് ഇന്ത്യൻസിൻ്റെ ഒരു വിപ്ലവം തന്നെയാണ് ഇവിടെ. അത്രയും ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഗോവയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കല്ലങ്കോട്, ബാഗ, ഇങ്ങനെയൊക്കെ ഉള്ള ബീച്ചുകൾ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അഗോഡ ഫോർട്ട്. അഗോഡ ഫോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ അഗോഡ ഫോർട്ടിൽ പോയിട്ട് ഞാൻ എപ്പോഴും സ്ഥിരം ചെയ്യണ പോലെ തന്നെ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളല്ല നമ്മൾ കാണിക്കാൻ പോകണം. അഗോഡ ഫോർട്ടിൻ്റെ അവിടെ കുറച്ച് വേറെ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളും വാട്ടർഫോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു സീരീസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, ഗോവ സീരീസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഗോവൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ചെറിയൊരു ഡീറ്റെയിൽസും പിന്നെ ചെറിയ കാഴ്ചകളൊക്കെ കോമൺ ആയിട്ട് ഗോവയിലുള്ളത് അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. പാർട്ടി, പബ്, പിന്നെ ബീച്ചസ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹെഡിങ് ടുവേർഡ്സ് ടു അഗോഡ ഫോർട്ട്. ഓക്കെ, അതേപോലെ ഗോവനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയണതാണ്. എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണതാണ്. ഗോവ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുഞ്ഞ് സ്റ്റേറ്റ് ആണ്. പിന്നെ പോപ്പുലേഷനിലാണെങ്കിൽ 4ാമത്തെ സ്ഥാനമാണ്. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ബീച്ച് ബിസിനസ്, പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ്, അതായത് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്, പിന്നെ ഷാർക്സ്, പിന്നെ അതേപോലെ പബ്ബ്, പിന്നെ നൈറ്റ് ലൈഫൊക്കെയാണ് എല്ലാം ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോണ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ്. കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്, കുറച്ച് ബീച്ചുകൾ കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരുപാട് ലാഗ് വരുത്താത്ത രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ വിഷ്വൽസും കാണിച്ച് നമ്മുടേതായിട്ടുള്ള ട്രക്കിങ്ങും വാട്ടർഫോളും പിന്നെ ഇവിടെ ഹിഡൻ ആയിട്ടുള്ള അൺസീൻ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് ടൈം ഗോവയിലോട്ട് വന്നെയാണെങ്കിൽ തന്നെ ഇതേപോലെയുള്ള സ്ഥലങ്ങളും കൂടിയും ഗോവയിൽ കവർ ചെയ്യാൻ നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഗോവയിൽ വന്ന ബീച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35ഓളം ബീച്ചുകളാണ് വന്നത്. അതിൽ തന്നെ കോമൺ ആയിട്ടും വന്നുണ്ട്, പ്രൈവറ്റ് ആയിട്ടും വന്നുണ്ട്. പിന്നെ ഈ കോമണിൽ തന്നെ വന്നത് ഈ ഗോവയിൽ ബാഗ, കല്ലങ്കോട്, കാന്തോളിയം ഇതൊക്കെയാണ് ഇന്ത്യൻസിൻ്റെ മെയിൻ അട്രാക്ഷനുള്ള ബീച്ച്. പിന്നെ ഗോവയുടെ ക്യാപിറ്റൽ വന്നത് പഞ്ചിമാണ്. ഗോവയിൽ തന്നെ വന്ന റെയിൽവേ സ്റ്റേഷൻ വന്നത്. ഞങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TVM റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഈ ഇപ്പം നമ്മൾ ഗോവയിലോട്ട് വന്നേക്കണം. അതേപോലെ മഡ് ഗോവയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വരാം. പിന്നെ അതേപോലെ വാസ്കോ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരൻ്റെ വന്നതിൻ്റെ അതായത് പോർച്ചുഗീസുകാർ പണ്ട് പണിത ബിൽഡിങ്ങും പിന്നെ കുറേ കൾച്ചറും അതേ ഒരു ചെറിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. നമുക്കത് അവിടെ പോകുമ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ അഗോഡ ഫോർട്ടിൻ്റെ അവിടെ ഉള്ള കുറച്ച് കാഴ്ചകളിലോട്ട് പോകാം. അഗോഡ ഫോർട്ടിൻ്റെ സൈഡിൽ, അത് ലൈറ്റ് ഹൗസിൻ്റെ സൈഡിലായിട്ട് ഒരു വഴിയുണ്ട് താഴത്തോട്ടുള്ള. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് ഓഷൻ്റെ ആ ഒരു വ്യൂവും കിട്ടും. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു ഡെവിൽ ഫിംഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. കുറച്ച് ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമാണ്. വലിയ ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു നെല്ലിക്ക മരമൊക്കെ ഉണ്ട് കേട്ടോ. ആ ഭാഗത്ത് നല്ലൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ.
റൂട്ടാണ് ഈ കിടക്കണത്. നമുക്ക് ഇവിടെ കാണാം ഈ ഒരു റൂട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഫിംഗർ കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് പൊതുവെ അങ്ങനെ ഗോവയിൽ വന്നവരാരും വന്ന് ഇവിടെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൈക്കിങ്ങും കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അത്ര വലിയ ഹാർഡും അല്ല, മീഡിയം അല്ല, ഈസി ആയിട്ടുള്ളൊരു ഹൈക്ക് പാത്താണ് നമുക്കിത്. അപ്പോൾ ചെറിയൊരു ഹൈക്കിംഗ് ആണ്. നമ്മളിങ്ങനെ നടന്ന് ഈ വഴി കൂടെ ആ ഭാഗത്തിൻ്റെ അപ്പുറമായിട്ടാണ് ആ ഡെവിൾസ് കേവ് വന്നത്, ഡെവിൾസ് ഫിംഗർ കേവ്. ഇപ്പോഴത്തെ ആൾക്കാർ കോവിഡും ഇതൊക്കെ ആയതുകൊണ്ട് കുറവാണല്ലോ ടെസ്റ്റുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ റൂട്ടിങ് ഇങ്ങനെ കാട് പിടിച്ച് തന്നെ. ചെങ്കല്ലാണ് കംപ്ലീറ്റ് ഈ ഭാഗങ്ങളുള്ളത്. പിന്നെ അതേപോലെ ഈ ഇങ്ങനത്തെ ഒരു ഹൈക്കിങ്ങിന് നിങ്ങൾ വന്നെയാണെങ്കിൽ സൺക്രീം അങ്ങനെ എന്തെങ്കിലും കരുതണം, അല്ലെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലോത്ത് ഇടണമെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം അത്രയും സൺബേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡബിൾ ഫിംഗർ എന്ന് പറഞ്ഞ കേവ് ഈ കാണുന്നതാണ് താഴത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ താഴത്തോട്ട് പോവാം. ഇവിടെ ഒരു ട്രെക്ക് പാത്ത് കാണുന്നുണ്ട്. പിന്നെ അതൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഈ ഗ്രാസിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും വന്നാൽ വഴി തെറ്റൂല. കാരണം അത് ലോങ് ടൈമായിട്ട് കിടക്കുന്ന ഒരു ട്രെക്ക് പാത്താണ്. അപ്പോൾ അത് എങ്ങനെ പുല്ല് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ലൈൻ കാണാൻ പറ്റും. ഇതാണ് ഡബിൾ ഫിംഗർ കേട്ടോ. ഡബിൾ ഫിംഗറിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കണത്. ഒരു വെറൈറ്റിയാണ്, ഒരു മൊത്തത്തിലൊരു ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ പാറയുടെ ഉള്ളിൽ നിന്നായിട്ടാണ് ഈ വെള്ളം വന്നത്. കണ്ട ഈ വീണ വെള്ളം പാറയുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഈ കാണുന്നതാണ് ഡെവിൾ ഫിംഗർ കേവ്. അതായത് നമ്മുടെ അഗോഡ ഫോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഹൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ റൂട്ട് നല്ല ക്ലിയർ ആണ്, അതുകൊണ്ട് നമുക്ക് വേറെ വഴി തെറ്റണ കാര്യത്തിലൊന്നും ഡൗട്ടില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഊഹം പറയണത്, അതായത് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻ വെച്ച് പറയാൻ, ഇത് ഒരു ഫിംഗറായിട്ടാണ് അത് സങ്കല്പിക്കണമെന്ന് തോന്നുന്നത്. ഈ കാണുന്നത് അതായത് ഒരു ഫിംഗർ ഇങ്ങനെ കുത്തിയേക്കണ പോലെ അതിൻ്റെ ഒരു ഗ്യാപ്പാണ് ഈ കാണുന്നത്, ഈ ഒരു ഗ്യാപ്പ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഡബിൾ ഫിംഗർ കേവ് എന്ന് പറയാൻ കാരണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഈ ഒരു വിരല് ഇങ്ങനെ കുത്തി നിൽക്കണമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഡബിൾ ഫിംഗറിന് പേരിടാൻ കാരണം.
അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉള്ളത് സിഗ്യോരും ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫോർട്ട് ഉണ്ട് ഇവിടെ. അതായത് കോട്ട, പഴയ കോട്ടയാണ്. കോട്ടയുടെ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയും കാണുന്നുണ്ട്, ചെറിയൊരു പീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഫോർട്ടിൻ്റെ അങ്ങോട്ട് പോവാം. നമ്മുടെ എൻ്റെ റൈറ്റ് സൈഡ് കണ്ടതാണ് ഡെവൽ ഫിംഗർ കേവ് ഈ ഒരു ഭാഗത്ത്. പിന്നെ അതിൻ്റെ മേളിലായിട്ടാണ് അഗോഡ ഫോർട്ട് വരുന്നത്, ദോ ആ ഭാഗത്തായിട്ട്. പിന്നെ അവിടെ തന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഹൈക്ക് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ ഡബിൾ ഫിംഗർ ഈ താഴത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്. ഇതൊരു രക്ഷയില്ല കേട്ടോ, കണ്ട. അതായത് ഈ ഗ്രാസ് ഇങ്ങനെ അല്ലേ വെൽവെറ്റിൽ ഇങ്ങനെ പൊതിഞ്ഞ് വന്നിട്ട് നമ്മൾ കാർപ്പറ്റ് ഇട്ടേക്കണ പോലെയാണ്. അതായത് പാറയുടെ മേളിൽ കാർപ്പറ്റ് ഇട്ട് വെച്ചേക്കണ പോലെ നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിഷ്വലാണ്. എല്ലാ ഇവിടുത്തെ റോക്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കണ പോലെയാണ്. അതായത് വേണ്ട ഓരോ ഫ്ലോർ പോലത്തെ ഒരു കട്ടിങ് ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ് മൊത്തം. അപ്പോൾ ഇതാണ് സിക്കോരം ഫോർട്ടിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക, പഴയ കാലഘട്ടം ആയിരുന്നെങ്കിൽ ഇപ്പം ഈ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കണ സ്ഥലത്ത് ഈ കട്ടിങ്ങിലൊക്കെ പീരങ്കിയായിട്ട് ഭടന്മാരിരുന്നേനാ. കാരണം കടൽ മാർഗത്തിലായിരുന്നു അന്ന് എല്ലാം യുദ്ധങ്ങളിലോട്ട് വന്നിരുന്നത്. അതായത് വേറെ രാജ്യങ്ങളിൽ നിന്ന് ഈ സ്ഥലങ്ങൾ കീഴ്പ്പെടുത്താൻ വന്നുകൊണ്ടിരുന്ന കടൽ മാർഗമായിരുന്നു കൂടുതലും. അപ്പോൾ ആ സമയത്ത് പീരങ്കിയും പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കാവൽ ഭടന്മാർ കിട്ടും. ആഹാ, സിഗോറിയം ഫോർട്ടിൻ്റെ മെയിൻ ഭാഗം നമുക്ക് ഈ കാണാൻ പറ്റുന്നത് കണ്ടേ, ഈ ഒരു വലിയൊരു സർക്കിളായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് വരാൻ കുറച്ചുകൂടി ഈസി ആക്സസ് ആയിട്ട് റോഡ് മാർഗ്ഗമുണ്ട്, റോഡ് മാർഗ്ഗത്തിലൂടെ വരാം. പക്ഷേ നമ്മൾ വന്നത് ഹൈക്കിങ്ങിൽ, നമ്മൾ എപ്പോഴും വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴിയിലൂടെ ആയിരിക്കും വന്നത്. അതുപോലെ നമ്മൾ ആദ്യം കണ്ട സ്ഥലങ്ങളിലോട്ട് അധികം ആൾക്കാർ പബ്ലിക്കൊന്നും വരാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിലെ ഹൈക്ക് ചെയ്ത് വന്ന് ആ സ്ഥലത്ത് കൂടി വന്ന് പിന്നെ ഈ സ്ഥലം കണ്ട് ഇനി റിട്ടേൺ വീണ്ടും തിരിച്ചങ്ങോട്ട് ഹൈക്കിങ്ങിന് പോകണേ. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം നമുക്ക്.